ശ്രീ ബി എൻ ആസ്കർ ഇവിടെ നോക്കൂ, കോടതി കണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല, ഒരു മാധ്യമം കണ്ടിട്ടില്ല. അങ്ങേയറ്റം സീക്രസി അതിലുണ്ട്. ഒരു ഘട്ടത്തിൽ സർക്കാർ അഭിഭാഷകനോട് പോലും പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നുണ്ട് കോടതി. മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കരുതെന്ന് SITക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കേസ് പരിഗണിക്കുമ്പോഴും മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട് ആയിരുന്നു വാദങ്ങൾ. ശ്രീ ഹസ്കർ, പക്ഷേ ഉത്തരവിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ദ്വാരപാലകരെ അടിച്ചുമാറ്റി ഈ വലിയ സാമ്പത്തിക ലാഭത്തിന് വിറ്റോ എന്ന് അന്വേഷിക്കണമെന്നും സുഭാഷ് കപൂർ മോഡൽ അന്വേഷിക്കണമെന്നും കോടതി വാക്കാൽ പറയുന്നതല്ല, അത് രേഖകൾ എഴുതി വെക്കുകയാണ്. ശ്രീ ഹസ്കർ, ആ കൊള്ളയ്ക്ക് നമ്മൾ കണ്ട ഡയമെൻഷൻ അല്ല. ഹാഷ്മി, കേൾക്കാം. ഹാഷ്മി, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത് സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാണ്. ഇതിൽ ഒരു സംശയ ഇക്കാര്യത്തിൽ വേണ്ട. ശബരിമലയുടെ ഓരോ തരി മണ്ണ് പോലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹമാകുവാനും. അതിന് ഉത്തമമായി സംരക്ഷിക്കുക എന്ന ദൗത്യമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ എന്ന നിലയിൽ ഓരോ ഭാരവാഹികളെയും ചുമതലയേൽപ്പിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇടതുപക്ഷം എടുത്തിട്ടുള്ള ഏറ്റവും നിർണായകവും ഏറ്റവും അഭിനന്ദനാർഹവുമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ശ്രീ ജയകുമാർ സാറിനെ പോലുള്ള ഏറ്റവും പ്രശസ്തനായ ഒരു ബ്യൂറോക്രാറ്റിനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയായിരുന്നു. ആ രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോ വല്ലാതെ വലതുപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അസ്വാരസ്യത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാരണം. ഇവിടെ കോടതി കണ്ട രേഖകൾ നിലവിൽ ഏറ്റവും വലിയ ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് പത്മകുമാറിനെ എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. രണ്ടാമത് ഉന്നയിക്കുന്ന ചോദ്യം ശ്രീ JR പത്മകുമാർ അടക്കം ഉന്നയിച്ചത് മന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ഒരു അപേക്ഷയെ പരിഗണിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വന്നത്. ഇതെല്ലാം വിചിത്ര വാദങ്ങളായി നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വാദമുഖങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ വന്നാൽ ആ ഫയൽ ഒപ്പിട്ടപ്പ് ചെയ്യാൻ പറയും. അത് കൃത്യമായി പൊതുസമൂഹത്തിൽ ആർക്കും കാണാൻ കഴിയുന്ന തരത്തിൽ ആ രേഖകൾ മന്ത്രിയുടെ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റിലും ഉണ്ടാകുമെന്നുള്ളതാണ്. അത് വിവരാവകാശ പ്രകാരം ആര് ചോദിച്ചാലും കിട്ടുമായിരുന്നു. അങ്ങ് നേരത്തെ ബസന്തിനോട് ആ ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് വിവരാവകാശ പ്രകാരം ഈ രേഖകൾ കണ്ടെടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ വന്നിട്ടുള്ള ഒരു വലിയ വിചിത്രമായിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ഏതു തരത്തിലും ശബരിമല ഒരു സുവർണവസ്ത്രമായി കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെടുന്നതിനപ്പുറം ഇപ്പോൾ ആരെങ്കിലും ജയിലിലടക്കുക എന്നുള്ളതാണ്. ഞാൻ ചില നിലപാടുകളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വാസുവിന്റെ കറുപ്പാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചായിരുന്നു. ആ നിലപാടിൽ മാറ്റമുണ്ടോ? അല്ല, നിശ്ചയമായും ഞാൻ ആ നിലപാടിൽ തന്നെ നിൽക്കുന്ന ആളാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വാസു സാറിനെ വളരെ കൃത്യമായി നിശിതമായി വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്തില്ല. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒമിഷൻ, ഒരു കുറ്റകരമായിട്ടുള്ള യാതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തെ അറിയുന്ന ഒരാളെന്ന നിലയിലാണ് ഞാനത് കൃത്യമായി പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ പണമുണ്ടാക്കാനോ അഴിമതി നടത്താനോ ഏറ്റവും നല്ല അവസരമുണ്ടായിരുന്നത് അദ്ദേഹം ഒരു മന്ത്രിയുടെ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ PK ഗുരുദാസൻ. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്തിൽ അഴിമതിയുടെ ആ മന്ത്രിസഭയ്ക്കോ ആ മന്ത്രിക്കോ ഒരു തരത്തിലുള്ള പോറലേൽക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ആ വളരെ കൃത്യവും കർക്കശവുമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് ആവർത്തിച്ചു പറയുന്നത്. നാളെ നിങ്ങളടക്കം ഇപ്പോൾ വാസു സാറിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന മുഴുവൻ ആളുകളും, നമ്മൾ ഒരു കാലഘട്ടത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചാരക്കേസ് നമുക്കിപ്പോൾ ഓർമ്മയുണ്ട്. ശ്രീ നമ്പി നാരായണനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ശ്രീ നമ്പി നാരായണൻ ദീർഘകാലം ജയിലിൽ കിടക്കുകയും വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ അടച്ചിരിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചിരുന്നത് നമ്പിനാരായൺ ഇന്ത്യയുടെ ISROയുടെ രഹസ്യങ്ങൾ ചാരപ്രവൃത്തി ചെയ്തു എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നവരായിരുന്നു എങ്കിൽ പിന്നീട് പൊതുസമൂഹം എന്തുകൊണ്ട് നമ്പിനാരായണന് ഇത്ര വലിയ അംഗീകാരം കൊടുത്തു എന്നതുപോലെ നാളെ കാലത്തിന്റെ കാവ്യനീതി പോലെ വാസു സാർ നിരപരാധിയാണ് പറയേണ്ടി വരും. വാസു സാറിന്റെ കാര്യത്തിൽ പറയുന്ന കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് പത്മകുമാർ സാറിന്റെ കാര്യത്തിൽ പറയാത്തത്? എനിക്ക്
അല്ല, എന്തുകൊണ്ട് സഖാവ് പത്മകുമാറിനെ സംബന്ധിച്ച് അത്ര അടുത്ത ബന്ധം എനിക്കില്ലാത്തതുകൊണ്ടാണ്. വ്യക്തിപരമായ അടുത്ത ബന്ധമുള്ള ഒരാളെ സംബന്ധിച്ച് വ്യക്തിപരമായ അടുത്ത ബന്ധത്തിലാണ് വാസുവിനോടുള്ള സ്നേഹം. ഉറച്ച വിശ്വാസത്തോടു കൂടി അക്കാര്യം എനിക്ക് പറയാം. ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാസുദാർ നടത്തിയിട്ടുള്ളത് ആ ബോർഡിലേക്ക് ഉചിതമായ തീരുമാനമെടുത്ത് ബോർഡ് തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം എന്ന ഒരു നോട്ട് മാത്രമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ജയിൽവാസത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആ ബോർഡിൽ ചർച്ച ചെയ്തു എന്നുള്ള കുറ്റകൃത്യമാണ് ഇപ്പോൾ നേരത്തെ പിച്ചള, ഞാൻ മനസ്സിലാക്കുന്നത് പിച്ചള എന്ന് എഴുതി വെക്കപ്പെട്ട അജണ്ട, ബോർഡിന്റെ അജണ്ടയിൽ അത് വെട്ടിത്തിരുത്തി അത് ചെമ്പ് പാളി എന്ന് സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അന്ന് ആ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് തിരുത്തിയതാണ് അദ്ദേഹത്തിന് വിനയായി തീർന്നിട്ടുള്ളത്. ശരി, പക്ഷേ ഇതിൽ നിന്ന് വാസുവിന്റെ കാര്യം എടുത്താലും, വാസു സാർ എന്നാണോ എനിക്ക് അറിഞ്ഞൂടാ, വാസു സാറിന്റെ കാര്യം എടുത്താലും ഈ പറയുന്ന രീതിയിൽ വാസു സാറിന്റെ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും ഈ കത്ത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണെങ്കിൽ വാസു സാറിന്റെ ഓഫീസിൽ കൂടി കയറി ഇറങ്ങിയപ്പോഴേക്കും ആ കത്ത് കേവലം ചെമ്പുപാളികളായി. സ്വർണം പൂശ എന്ന ഭാഗം പോയായിരുന്നു. പോട്ടെ, കോടതി അന്വേഷിക്കട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.